ഓണാഘോഷങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇതുപോലൊരു ബൺ പൊറോട്ട കിട്ടിയാൽ എങ്ങനെയായിരിക്കും? നല്ല സ്വാദായിരിക്കും അല്ലേ? ഒരു സംശയവും വേണ്ട, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബൺ പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കറി ഏതുമായിക്കോട്ടെ, വെജോ നോൺ വെജോ എന്തും. ഈ പൊറോട്ടയൊന്ന് ട്രൈ ചെയ്തോളൂ. ഞാനതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ബൺ പൊറോട്ടയ്ക്ക് മുട്ട ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ലൊരു പ്രത്യേക ടേസ്റ്റും കളറും ഒക്കെ കിട്ടും. സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എല്ലാവരും മുട്ട ചേർക്കാറില്ല. ഇതിലേതായാലും ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പ്, 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. പഞ്ചസാരയുടെ അളവ് 1/2 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്താലും മതി. ഇതിപ്പോൾ നമ്മൾ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ആ മൈദയിലേക്ക് ഇപ്പം മിക്സ് ചെയ്ത് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് ശേഷം പോരാത്ത വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ കുഴയ്ക്കണം. ഇതിപ്പോൾ ഞാൻ ആ പാത്രത്തിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതാണ്. പഞ്ചസാര കുറച്ച് അലിയാതെ കിടപ്പുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും എല്ലാം റെഡി ആയിക്കോളും. മൈദ ആയതുകൊണ്ട് കുഴയ്ക്കാൻ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ കാണും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴയ്ക്കുക. ഒരുപാട് കട്ടിയാവണ്ട, ഒരല്പം ലൂസായിട്ട് തന്നെ കുഴയ്ക്കണം. മാവ് നല്ല ഫ്ലെക്സിബിളായിട്ട് വരണം. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുഴയ്ക്കലാണ് ഏറ്റവും പ്രധാനം. ഒരു 10-15 മിനിറ്റെങ്കിലും നല്ല പോലെ കുഴച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നിയാൽ ഒരല്പം എണ്ണ കൂടി ഒഴിച്ചിട്ട് കുഴയ്ക്കാം. ഇങ്ങനെ പാത്രത്തിൽ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് വൃത്തിയുള്ളൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് കുഴയ്ക്കുന്നതായിരിക്കും. ഞാനൊരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ടും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ മൈദയാണെങ്കിലാണ് നമുക്ക് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള മാവ് കിട്ടും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വലിക്കാനും നീട്ടാനും ഒക്കെ സാധിക്കും. ഞാൻ ഇതുപോലൊരു ടൈലിൻ്റെ പീസിലാണ് സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നത്. അതിലേക്കിത് മാറ്റുകയാണ്. ഇല്ലെങ്കിൽ വൃത്തിയുള്ള കൗണ്ടർ ടോപ്പ് ആയാലും മതി. ഒന്നുകൂടി നല്ല പോലെ കുഴച്ചെടുക്കട്ടെ. കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അധികം കുഴയ്ക്കേണ്ടാത്ത ഒരു പൊറോട്ടയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഈ ബൺ പൊറോട്ട ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണ്. സാധാരണ പൊറോട്ടയേക്കാൾ കൂടുതൽ ലേയേഴ്സും കൂടുതൽ ഭംഗിയും ഒക്കെയുള്ള ഒരു ബൺ ഷേപ്പിലുള്ള പൊറോട്ട. മധുരയാണ് ഇതിൻ്റെ സ്വദേശം. നമ്മളിപ്പോൾ വീണ്ടും കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കയ്യിലെടുത്ത് നല്ല പോലെ കുഴയ്ക്കുക. മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ല പോലെ എണ്ണ പുരട്ടി വെക്കണം, ഡ്രൈ ആവാതെ ഇരിക്കാൻ. വെച്ചിരിക്കുന്ന ബൗളിലും മാവിൻ്റെ മുകളിലുമായിട്ടൊക്കെ നല്ല പോലെ എണ്ണ പുരട്ടി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഇരിക്കണം മാവ്, വളരെ സോഫ്റ്റായിട്ട്. ഇനി ഇത് ഇരിക്കും തോറും കൂടുതൽ സോഫ്റ്റായി കിട്ടും. 2 മണിക്കൂർ ഇരിക്കട്ടെ. ഒരു നനഞ്ഞ ടവൽ കൊണ്ട് മൂടിയും വയ്ക്കാം. ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. കണ്ടോ, മാവ് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. തൊട്ടാൽ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഒന്നുകൂടി കുഴച്ചു കൊടുക്കാം. എത്രത്തോളം കുഴയ്ക്കുന്നു അത്രയും നല്ലത് തന്നെ. ഇനിയിപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ആവശ്യത്തിന് എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ കൂടുതൽ എണ്ണ ചേർക്കേണ്ടതാണ്. ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിലോ വേണം ചേർക്കാനായിട്ട്. ഞാനിതൊരു 6 പീസായിട്ട് മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് ഒരു 6 ബോൾസ് ആക്കി എടുത്തു വയ്ക്കാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള ബോൾസ് ആയിരിക്കണം, എന്നാലേ നല്ല ലെയേഴ്സൊക്കെ കിട്ടും. 2 കപ്പിൽ നിന്ന് 6 പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പറ്റുക. പക്ഷേ ഇത് ഒരെണ്ണമേ ഒരാൾക്ക് കഴിക്കാൻ സാധിക്കൂ. അത്രയും ഹെവി ആയിരിക്കും. ഇതും ഡ്രൈ ആവാതെ അല്പം എണ്ണ പുരട്ടി വയ്ക്കാം. ഒരുപാട് എണ്ണ വേണമല്ലോ എന്ന തോന്നലുണ്ടാവും കാണുമ്പോൾ. തീർച്ചയായിട്ടും വേണം. പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണയിൽ ഒട്ടും പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല, സ്വാദ് കുറയും. ചിലർ ഓയിലിൻ്റെ പകരം ഡാൽഡ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഡാൽഡയേക്കാൾ നല്ലത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും.
ഇതുപോലെ ഒന്ന് നല്ലപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇനിയത്തെ ജോലിയൊക്കെ വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ല വട്ടത്തിൽ പരത്തിയെടുക്കാം. അത്രയും എണ്ണയുണ്ട്. 2 മണിക്കൂർ ഇരിക്കുക കൂടി ചെയ്തുകൊണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വലിച്ച് നീട്ടുകയൊക്കെ ചെയ്യാം. മാക്സിമം കൈകൊണ്ട് തന്നെ ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന റോളർ പിൻ കൊണ്ട് ഒന്നുകൂടി പരത്തിയെടുക്കാം. റോളർ പിന്നിലും അല്പം എണ്ണ തടവാൻ മറക്കണ്ട, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി നല്ല ഈസി ആയിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കാം. എത്രത്തോളം വലിപ്പം കൂട്ടാവുന്നോ അത്രയും നല്ലത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ഗ്യാപ്സൊക്കെ വന്നെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മൾ പൊറോട്ട റോൾ ചെയ്ത് വരുമ്പോൾ അഡ്ജസ്റ്റായി പോയിക്കോളും. മാക്സിമം കനം കുറച്ച് എല്ലാ സൈഡിലേക്കും പരത്തിയെടുക്കാം. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങണമെന്ന് മാത്രം. 2 മണിക്കൂർ കുഴച്ചൊക്കെ വെക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അത്ര റൗണ്ട് ഷേപ്പ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് നല്ലപോലെ പരത്തിയെടുത്ത ശേഷം അതിന് മുകളിലും അല്പം എണ്ണ തടവുക. പല പ്രാവശ്യമായിട്ട് എണ്ണ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നുണ്ടെന്ന്. സത്യത്തിൽ അങ്ങനെ ഓവറായിട്ടൊന്നും എണ്ണ ഉപയോഗിച്ചിട്ടില്ല. ഇനി 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് താഴത്തെ അറ്റത്തിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് മുകളിലേക്ക് കയറ്റുക. കണ്ടോ? ഇനി ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ നമ്മുടെ ബൺ പൊറോട്ടയ്ക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ അറ്റം വേണമെങ്കിൽ ഒന്നിങ്ങനെ ടക്ക് ചെയ്ത് വെച്ചാൽ വിട്ടുപോരാതെ ഇരിക്കും. ആവശ്യത്തിന് എണ്ണ പുരട്ടി റെഡിയാക്കി വെക്കുക. ഡ്രൈ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് 6 പൊറോട്ടയും റെഡിയാക്കി വെച്ച ശേഷം മാത്രം ചുടാൻ തുടങ്ങിയാൽ മതി. ഈ പൊറോട്ട അല്പസമയം ഇരുന്ന് കഴിഞ്ഞാലും ഹാർഡായി പോവുകയൊന്നുമില്ല. വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കഴിക്കാൻ വളരെ സുഖവുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അങ്ങനെ ഇപ്പോൾ ഇതാ 6 പൊറോട്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചുടാൻ പാൻ അടുപ്പിൽ വയ്ക്കാം. അതിനുശേഷം ഓരോ പൊറോട്ടയായിട്ട് പതുക്കെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഒരുപാട് വട്ടം കൂട്ടണ്ട, കാരണം ബൺ പൊറോട്ടയാണല്ലോ. ഒരു ബണ്ണിൻ്റെ സൈസിന് പരത്തിയെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് 6 എണ്ണവും റെഡിയാക്കി വെക്കാം. അതിനുശേഷം ചുട്ടെടുക്കാം. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരു തവണ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോഴേ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന പൊറോട്ടയും വീട്ടിലുണ്ടാക്കുന്ന പൊറോട്ടയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിലുണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണെന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. പുറത്തുനിന്ന് കിട്ടുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള എണ്ണയാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിമിഷ നേരം കൊണ്ട് തന്നെ എല്ലാം നമുക്ക് പരത്തി വയ്ക്കാൻ പറ്റി. ഇനി ഇത് ചുട്ടെടുക്കാം. ചുടുന്നതിന് അല്പം സമയമെടുക്കും, കാരണം അല്പം കട്ടിയിലുള്ള മാവായതുകൊണ്ട് എല്ലാ ഭാഗവും നല്ല പോലെ കുക്കായി വരണം. പാനിലൊരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. പാൻ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട. ഒരു 6-7 മിനിറ്റ് സമയമെടുത്തിട്ട് വേണം ഓരോ പൊറോട്ടയും ചുട്ടെടുക്കാനായിട്ട്. 2 എണ്ണം ഞാൻ ഒരുമിച്ച് വെക്കുകയാണ്. കൂടുതൽ പാൻ ഉണ്ടെങ്കിൽ മറ്റേ അടുപ്പിലും ഇതുപോലെ വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം.
ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ഡ്രൈ ആവുന്നെന്ന് തോന്നിയാൽ അപ്പോൾ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുകയും വേണം. കേട്ടോ, ഇങ്ങനെ ഇടുമ്പോൾ ഒരു വൈറ്റ് കളർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡ്രൈ ആണെന്നാണ്. അപ്പോൾ അല്പം കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ കാണുമ്പോൾ ഇതിന് ബൺ പൊറോട്ടയുടെ ഷേപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ നല്ലപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ആ ലേയേഴ്സൊക്കെ നല്ലപോലെ വിട്ട് വരും. അങ്ങനെയാണിത് ബൺ പൊറോട്ടയുടെ ഷേപ്പിലേക്ക് വരിക. തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷേ ഉള്ളിലും നല്ലപോലെ കുക്കാവണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിതിപ്പോൾ പെട്ടെന്ന് തിരിച്ചു മറിച്ച് ഇടുന്നത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബൺ പൊറോട്ട ഫസ്റ്റ് സെറ്റ് റെഡി. കണ്ടോ, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ലേയേഴ്സൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ബൺ പൊറോട്ടയും റെഡിയാക്കാം. നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ ആ ലേയേഴ്സൊക്കെ പൊങ്ങി വരും. ഇപ്പം നല്ല ചൂടാണ്. ഇനി കറി ഒന്നുമില്ലെങ്കിൽ പോലും ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വളരെ സ്വാദാണ്. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്തു നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.